എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ബാങ്കി വെച്ച് രഞ്ജു ആദർശിന്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ബാ ആദർശേട്ടാ നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാന്ന് പറയണം. പിന്നീട് ആദർശ് രഞ്ജുനോടൊപ്പം താഴേക്ക് ഇറങ്ങി വരുവാ. പിന്നീട് രഞ്ജുനോട് പറഞ്ഞു, രഞ്ജു എനിക്ക് താല്പര്യമില്ലെന്ന് പറയണേ നിന്റെ കൂടെ വരാനായിട്ട്. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറയണേ, ഒരു കോഫി കുടിക്കാനല്ലേ ഞാൻ വിളിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേനും ആദർശ ആ കൈ അങ്ങ് കുടിയിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഫ്രണ്ടായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊരു ഭാര്യയുണ്ട് വേണി, എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ എന്ന് പറയാ. എനിക്കറിയാം ആദർശേട്ടാ, എന്നാലും അതല്ല, എനിക്ക് ആദർശേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആദർശേട്ടനെ എന്റെ ജീവനാന്ന് പറയാം. ദേ ഇങ്ങനെ ചിന്തിക്ക് പോലും നീ ചെയ്യരുതെന്ന് പറയാണ്. ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല 3-4 ദിവസം ആദർശേട്ടൻ ലീവാന്ന് പറയുന്നതല്ലോ, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കണം. ആദർശിന് ദേഷ്യം വന്നു. അതൊക്കെ നിന്നോട് എന്തിനാ ഞാനിപ്പോ പറയണേ, എനിക്ക് നിന്നോട് അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. ഞാൻ പോകുമെന്ന് പറഞ്ഞ ആദർശ കൈയും തട്ടി മാറ്റി അങ്ങോട്ട് കയറി പോവാണ്. രഞ്ജു ഈ സമയത്ത് മനസ്സിച്ചിരിക്കുക, ആദർശേട്ടൻ ഓടിക്കോ, എത്ര ഇടം വരെ ഓടുമെന്ന് നമുക്കറിയാലോ. ഈ രഞ്ജു ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക. ആദർശേട്ടൻ എങ്ങോട്ടാ പോയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, എന്നോട് പറയേണ്ടെന്ന് മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്നേ ആദർശ വയനും വീട്ടിലെത്തുവാണ്. വീട്ടിലെത്തി കഴിയുമ്പോൾ ഇങ്ങനെ വേണിയോടൊക്കെ ഓരോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വേണിക്ക് തോന്നി എന്തോ ഒരു പന്തികളുണ്ട് ആദർശന്റെ പെരുമാറ്റത്തിൽ നിന്ന്. അങ്ങനെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണി പെട്ടെന്ന് അങ്ങോട്ട് കിടന്നുറങ്ങി. പക്ഷെ ആദർശന് കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ആദർശ് പതുക്കെ എഴുന്നേറ്റു. പിന്നീട് വേണിന്റെ അടുത്ത് ചെന്നിട്ട് പതുക്കെ തലമുടിയിലൊക്കെ തലോടുവാണ്. പറഞ്ഞു, വേണി എന്നോട് ക്ഷമിക്കൂ കേട്ടോ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് നിന്നോട് തുറന്നു പറഞ്ഞാലോ എന്ന്. പക്ഷെ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതികരണം അതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ജീവനാ. നിന്റെ ഈ കുട്ടിത്തരങ്ങളും കുരുത്തക്കേടുകളും ഒക്കെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. രഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ എങ്ങനെ കാണുന്ന അറിയത്തില്ല. ഒരു പക്ഷേ നീ ഈ വീട്ടിൽ നിന്ന് അതിന്റെ പേര് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതാ ഞാൻ നിന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയാത്തെ. പലപ്പോഴും ആലോചിച്ചാൽ പറയണമെന്ന്. ഇനിയിപ്പോൾ അത് വൈകിപ്പിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയൂ അത്. ഈ യാത്രയിൽ ഞാൻ നിന്നോട് അത് പറയും, തിരിച്ചു വരുന്ന കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സ് ഫ്രഷ് ആയിരിക്കണം. എനിക്ക് നിന്നോട് അതിന് ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ ആദർശ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഗൗരിയും ശങ്കറും കൂടെ പോകാനായിട്ട് റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിയും മഹാദേവനും തങ്കച്ചി എല്ലാവരും താഴെയുണ്ട്. മഹാദേവൻ പറഞ്ഞു, അതേ കുട്ടിശങ്കര സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണോട്ടെന്ന് പറയണേ. അതിപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അച്ഛാന്ന് ചോദിക്കുകയാണ്. തങ്കച്ചി പറഞ്ഞു, നീ തന്നെയാണ്, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ദേ ഇവളും കൂടെ ഉണ്ടല്ലോ, ഇവളുള്ളതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. പിന്നെ വേണി ഉണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രമേ ഉള്ളെന്ന് പറയാ. അമ്മ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? എപ്പം നോക്കിയാലും ഗൗരീനെ വഴക്ക് പറയേണ്ട സമയമുള്ളല്ലോ. ഒരു യാത്ര പോകുന്ന സമയത്ത് പോലും അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് ഇരുന്ന് കൂടെ എന്ന് ചോദിക്കണം. അല്ല എങ്ങോട്ടാ നിങ്ങളുടെ യാത്ര? ഞാൻ റൂം ബുക്ക് ചെയ്യാന്ന് പറയാണ്. അതൊന്നും വേണ്ട അച്ഛാന്നുണ്ട്. അതെന്താ മോനെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ വേറെ ഇച്ചിരി ഹിൽ ഏരിയാസിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്തോളാന്ന് പറയാണ്. എന്തേലും ആവശ്യമെന്ന് അച്ഛനെ വിളിച്ചോളാന്ന് പറയണേ. പിന്നീട് മഹാദേവൻ കുറച്ച് പൈസ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങോട്ട് കൈ വെച്ചോളാൻ പറയണേ. ഇനിയിപ്പോൾ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, പൈസ ഇട്ട് വന്നോളാന്ന് പറയാം. ശങ്കർ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയാ. പൈസയുണ്ടോ ഇവിടുന്ന്? അതൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അച്ഛാന്ന് പറഞ്ഞാൽ. ഞാൻ അറിയാതെ നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് പണം വരുന്നേ? നിനക്ക് ആരെങ്കിലും പൈസ വന്നോന്ന് ചോദിക്കണം. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയണേ? എൻ്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് എനിക്ക് മഹാദേവൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇതും കൂടെ കൈ വെച്ചെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുറച്ച് പൈസയും കൂടെ കൊടുക്കുകയാണ്. ഗൗരീനെ നോക്കുക മാത്രമേ ശങ്കർ ആ സമയത്ത് ചെയ്തുള്ളൂ. പിന്നീട് അവർ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇതിന് സമയം കാണിക്കുന്നത് ഷാനും അഫ്സലും ധ്രുവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുന്നിന് മുകളിൽ. എന്നിട്ട് ഷാനോട് പറഞ്ഞു, എടാ നീ പോയി ഞങ്ങൾക്കുള്ള ഫുഡ് മേടിച്ചോണ്ട് ഞാൻ പറയാണ്. ഫുഡ് കഴിക്കണ്ടേ, ഒരു കുന്നിന് മുകളിൽ അവർ കയറിയിരിക്കുന്നത്. അങ്ങനെ അവൻ ഫുഡ് മേടിക്കാൻ പോവാണ്. അപ്പൊ ഇവര് അഫ്സലുമായിട്ട് കുറെ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്രുവന് കുറെ സമയമായിട്ട് ഷാനിനെ കണ്ടില്ല. ഇവനിത് എവിടെ പോയി പോലും ഇത്ര സമയമായിട്ട് കാണുന്നില്ലോ എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഷാൻ വരുന്നത്. എടാ നീ ഇത് എവിടെ പോയി കിടക്കുവോ? മനുഷ്യന്റെ വയറ് കത്താൻ തുടങ്ങിയെന്ന് പറയണം. നിനക്ക് നേരത്തെ കാലത്ത് ഇങ്ങ് വന്നുകൂടാന്ന് ചോദിക്കണം. എന്റെ മച്ചാനെ ഒന്നും പറയണ്ട, പോയതുകൊണ്ട് ഒരു കാര്യം അറിയാൻ പറ്റുന്ന. എന്ത് കാര്യം അറിയാൻ പറ്റി? അതെ മച്ചാനെ, ഞാൻ ആ പ്രൊഫസറുടെ വീടില്ലേ അതിൻ്റെ അടുത്തൊരു കടയിൽ നിന്നാണ് ഈ കാപ്പിയൊക്കെ വാങ്ങിയത്. അവിടെ ചെന്നപ്പോഴല്ലേ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്തറിഞ്ഞു? അല്ല പ്രൊഫസറുടെ വീട്ടിൽ പ്രൊഫസറുടെ മരുമോനും മോളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഏതോ ട്രിപ്പ് പോകാനായിട്ട് വന്നതാണ് പോലും. അവരെല്ലാവരും കൂടെ ഒരുമിച്ചാ പോണേന്ന്. അപ്പോൾ ഏതോ ഹില്ലി ഏരിയാസിലേക്കാണ്ടൊക്കെയാ പോണേന്നാ പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. കടക്കാരൻ പറഞ്ഞതെന്ന് പറയാം. ഓ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ വരട്ടെ. അപ്പം അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി ബാക്കി എന്ത് ചെയ്യണമെന്ന് ധ്രുവൻ അറിയാം.
ധ്രുവൻ പറഞ്ഞു, നീ ഈ സമയത്ത് തന്നെ പോയത് കൊള്ളാടാ, അതുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. ഇനിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഈ ഒരു ദിവസത്തോടു കൂടി ഗൗരിയുടെ കഥ ഇവിടെ തീരുവാണ്. ഗൗരിയെ നമ്മൾ പോക്കും. ഏതേലും ഈ മലയുടെ മുകളിൽ അവളെ നമ്മൾ താഴേക്ക് ഒരു ഒറ്റ ഇടയിലുണ്ട്, ചിതറി കിടക്കുന്ന അവളുടെ ശരീരം. അങ്ങനെ ശങ്കർ കാണാൻ വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച പ്രൊഫസറുടെ വീട്ടില് നിലവിളക്കിന്റെ ചുവട്ടില് പിന്നെ മൂടിപ്പൊതി വെച്ചിരിക്കുന്ന ഗൗരിയുടെ ശരീരമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതോ ഷാനിന്ന് ചിരിച്ചു. കൊള്ളാലും അച്ഛൻ്റെ ഐഡിയ കൊള്ളാലെന്ന് പറയണേ. പിന്നെ എന്തായി ധ്രുവനെ കുറിച്ച് നിങ്ങളെ കരുതിയിരിക്കുന്നേ? ധ്രുവൻ വെറുതെ ഇതാന്നോ? എന്നെ അന്ന് ഞാൻ അവളെ നോട്ട് വിട്ട് വെച്ചേക്കുന്ന, എനിക്കിട്ട് പണി തന്നേ. ഇനി ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയണം. ഈ ധ്രുവൻ ആരാന്ന് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. അതിന് ശേഷമായിരിക്കും ശങ്കർ എന്നെ പോലും കാണുള്ളൂ. അതുവരെ ഞാൻ വിളിച്ചിട്ട് വരില്ല എന്ന് പറയാണ്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. ഗൗരി, ശങ്കറും ആദർശും വേണി എല്ലാവരും കൂടെ ഒരു ഹൗസ് ബോട്ടയിലായിരുന്നു. ഈ സമയം ശങ്കർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. കുറെ സമയം ഗൗരി നോക്കി നിന്നിട്ടുണ്ട്. അല്ല, കുറെ സമയമല്ലേ ശങ്കു ചൂണ്ടയിട്ടേക്കുന്നത്, ഇതുവരെയായിട്ടൊന്നും കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. കിട്ടുമോളെ, നീ നോക്കിയിരുന്നു, ഇപ്പൊ വലിയ എണ്ണത്തിനെ കിട്ടുമെന്ന് പറയണം. വേണി പെട്ടെന്ന് നോട്ട് പറഞ്ഞു, പിന്നെ ചേട്ടൻ നേരത്തെ ചൂണ്ടയിടാൻ പോവായിരുന്നു, ഞങ്ങളവിടെ തോടൊക്കെ ഉണ്ട്, അവിടെ ചൂണ്ടയിടാൻ പോവായിരുന്നു പറയാം. എന്നിട്ട് ഒന്നും കിട്ടില്ല, ചുമ്മാ തിരിച്ചു വരുമെന്നൂടെ. ഇത് കേട്ടതും ഗൗരി ചിരിക്കുകയാണ്. പക്ഷെ ആദർശ് ഭയങ്കര ചിന്തയിലായിരുന്നു കേട്ടോ. എന്നുവെച്ചു, ഇതെന്ത് പറ്റി ആദർശേണ്ണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ശങ്കർ പറയണേ. അല്ല, എനിക്ക് എന്തോ തോന്നുന്നുണ്ടെന്ന് വേണിയോട് ചോദിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്ന് ചോദിക്കും. വഴക്കോ? അങ്ങനെ വഴക്കൊന്നുമില്ല. ഈ മത്താപ്പിന് ഈയിടെയായിട്ട് എന്നാന്ന് അറിയത്തില്ല. ഗൗരി, നീ ഒന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. എന്തോ ഒരു വലിയ പ്രശ്നമുള്ള പോലെയാ. പഴയ തമാശയും ചിരി ഒന്നുമില്ല. അതുകൊണ്ട് ഒന്ന് സംസാരിച്ച് നോക്ക്. ഇപ്പം എന്നോട് പറയാത്ത കാര്യങ്ങൾ ഇനി പെങ്ങളോട് പറഞ്ഞാലോ എന്ന് വേണി പറയുകയും ചെയ്തു. ശരി, കുറച്ച് കേട്ടെ, ഞാൻ ചോദിച്ചു നോക്കാന്ന് പറയണം. പിന്നീട് ശങ്കർ വീണ്ടും ചൂണ്ടയിടുക. അപ്പൊ ചൂണ്ടയുടെ സമയത്ത് ഗൗരിനെയും വിളിച്ചു. നീ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. എന്താ? ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ചൂണ്ടയിടാൻ പഠിപ്പിക്കാന്ന് പറയണം. വേണ്ട, ഇങ്ങോട്ട് വന്ന് നിൽക്കാനും പറഞ്ഞുകൊണ്ട് ഗൗരിനെ അങ്ങ് ചേർത്ത് നിർത്തുവാണ്. ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ അടുത്ത് ദേഹത്തൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേനും വേണി അടുത്ത് നിൽക്കുന്നുണ്ട്. ഗൗരി വിളിച്ചേ, വേണി നിൽക്കുന്നുണ്ട്, നിങ്ങൾ എന്തുട്ടാ മനുഷ്യ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. അവളെന്റെ പെങ്ങളല്ലേന്ന് ചോദിക്കും. വേണുമോളെ, നീ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിണ്ടോ, നീങ്ങി നിന്നോട്ടോ, കുറച്ച് സമയത്തിന് ഇങ്ങോട്ട് നോക്കണ്ടെന്ന് പറയണം. ഞാനങ്ങ് നോക്കുന്നില്ലേന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് വേണി തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പം ഞാൻ നിങ്ങളുടെ പെങ്ങളല്ലേ? അപ്പൊ ഞാൻ അറിയാൻ പാടാത്ത ഒരു കാര്യങ്ങളും ശങ്കർബായുടെ ജീവിതത്തിലില്ല. അത് ഗൗരിയേട്ടത്തി അറിയണം, മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഓ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ഭയങ്കര ചങ്കും ആണല്ലോ എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും വലിയൊരു മീനിനെ കിട്ടുകയാണ്. കണ്ടോ, ഈ ശങ്കർ ചൂണ്ടയിട്ടാൽ കിട്ടാത്ത മീനൊന്നും ഇല്ലെന്ന് പറയാണ്. വേണി പറഞ്ഞ, ചൂണ്ടയിട്ട് പിടിച്ചാണല്ലോ ഈ വലിയ ഒരെണ്ണം നിൽക്കുന്നേ, ഗൗരി എന്ന് പറയുന്ന പ്രൊഫസറുടെ മോളെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചിരിക്കുകയാണ്. പക്ഷെ ആദർശ് ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള രീതിക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേന് വേണി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ഇതെന്റെ ആദർശേട്ട ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അടുത്തേക്ക് വരുമ്പോഴത്തേന് ആദർശം അങ്ങ് നീങ്ങിപ്പോണം. ഇതെന്ത് പറ്റി ആദർശേണ്ണ ഇങ്ങനെയാണ്? ഇതിനാണ് പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ, ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഈ സമയത്ത് ഹൗസ് ബോട്ടിലെ ജീവനക്കാരൻ വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്കുള്ള റൂമൊക്കെ ശരിയായിട്ടുണ്ടെന്ന് പറയണം, ഇഷ്ടപ്പെട്ടൊന്ന് പോയി നോക്കാൻ പറയണം. അങ്ങനെ അവർ ഓരോരുത്തർ റൂമിലേക്ക് പോവാണ്. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് ശങ്കറിന് ആ റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൗരിയുടെ കയ്യെ പിടിച്ചൊരു നുള്ളു കൊടുക്കുകയാണ് ശങ്കർ. ഈ സമയത്ത് ശങ്കർ എന്ത് ചെയ്തു? ഗൗരി എന്ത് ചെയ്യണം അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ റൂം പോയി ഇങ്ങോട്ട് ഓടി വരുവാണ്. എന്ത് പറ്റി മറന്നേക്ക്? ഒന്നുമില്ല എന്ന് പറയണം. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണോട്ടോ, നമുക്ക് റൂം മാറ്റാന്ന് പറയണേ. ഒരു പ്രശ്നമില്ല എന്ന് പറയണം. പിന്നീട് മുറിയിലേക്ക് എന്നിപ്പോൾ ആദർശ് ആ ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്റെ മനുഷ്യ, നിങ്ങൾ ഈ ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? ഒരു ട്രിപ്പ് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് സെക്കൻഡ് ഹണിമൂണാ, ആ ഒരു ചിന്ത വേണമെന്ന് പറയാം. അങ്ങനെ ഒരു ഫോണ് അത് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ആദർശം പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് ഇങ്ങോട്ട്. പിന്നീട് അവിടെ അയാൾ പറഞ്ഞു, റൂം ബോയ് പറയണ, അതെ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇത് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കരയ്ക്ക് എത്തുമ്പോട്ട് അവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് പോയിട്ടുണ്ട്. മനോഹരമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ കാണണ്ടേന്ന് ചോദിക്കണം. ഉറപ്പായിട്ടും കാണണമെന്ന് പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ധ്രുവനും ഷാനും വരുന്നത് വേറൊരു ബോട്ടയിൽ. അവർ കണ്ട് ഗൗരിയും ഇവരെല്ലാം നിൽക്കുന്നത്. ഷാനോട് ആ സമയത്ത് പറയണം, എടാ ഇന്നത്തോടു കൂടിയുള്ളൂ ഗൗരിയുടെ ഈ സന്തോഷങ്ങളൊക്കെ കെട്ടടങ്ങാൻ പോവാണ്. ഇനി അവള് ചിതറങ്ങുന്ന കാഴ്ചയായിരിക്കും ഇനി എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. അവൾ സന്തോഷിക്കട്ടെ, ഇന്ന് ഒരു ദിവസം കൂടെ അവൾ സന്തോഷിക്കട്ടെ, അവളുടെ സന്തോഷത്തിന് അവസാന ദിനങ്ങളാന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും ഗൗരിയോ ശങ്കറോ ആരും അറിയുന്നുണ്ടായിരുന്നില്ല, ധ്രുവം വന്ന് നോക്കുന്ന കാര്യങ്ങളൊന്നും. പിന്നീട് അയാളോട് പറഞ്ഞു, അതെ ചേട്ടാ, ഞങ്ങൾ ഈ കുറച്ച് കഴിയുമ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞില്ല കുറെ നല്ല ഏരിയാസ് ഒക്കെ ഉണ്ടെന്ന്, അവിടെ പോയിട്ട് വരുമ്പോഴത്തേനും ഈ മീനൊക്കെ നന്നായിട്ട് കുടംപുളി ഇട്ട് കറി വെച്ചങ്ങ് വെച്ചേക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, നല്ല നല്ല കറി തന്നെയായിരിക്കും എന്ന് പറയാണ്. പിന്നീട് വേണി ചോദിച്ചു, അല്ലേ ഏട്ടാ
ഇവിടെ ഇതല്ലാതെ വേറെ സ്ഥലങ്ങൾ വല്ലതും കാണാനുണ്ടോ? ചേട്ടൻ അറിയാവുന്ന നല്ല അടിപൊളി പ്ലേസുകൾ വല്ലതും വേറെ ഉണ്ടോ എന്ന് ചോദിക്കണം. അടിപൊളി പ്ലേസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറെ സ്ഥലങ്ങളുണ്ട്, അതെവിടെയാന്ന് ഞാൻ പറയാന്ന് പറയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.